തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അദ്ദേഹമാണ് ഇപ്പൊ താരം. കാരണം നമ്മുടെ ഔദ്യോഗിക മുദ്രകളൊക്കെ മാറ്റി പുള്ളി സ്വന്തമായിട്ട് മുദ്ര ആദ്യമേ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് നാളെ കാലത്തെ സ്വന്തമായിട്ട് ഒരു രാജ്യം അദ്ദേഹം ഉദ്ദേശിക്കുന്നതിന്റെ ലക്ഷണമായിട്ടേ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. അതായത് തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്. തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കാൻ പറ്റത്തില്ല, തമിഴാണ് ഞങ്ങൾക്ക് വലുത്, തമിഴന്മാർ ഞങ്ങൾ തമിഴിനെ അത്ര വലിയ വലിപ്പത്തിൽ കാണുന്നു, ഞങ്ങളുടെ ഭാഷയെ മറന്ന് വേറൊരു ഭാഷ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം ആ പ്രദേശത്ത് വ്യാപകമാക്കിക്കൊണ്ടിരിക്കും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്നത് പോലെ തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ, തമിഴ് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാം സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോകുന്നതാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഹിന്ദി ഒരു വിഷയമായിട്ടുണ്ടല്ലോ. അപ്പൊ ബാക്കി മലയാളം പഠിക്കാതുണ്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാതുണ്ടോ? ലോകത്തിന്റെ ഭാഷയായിട്ട് ഇംഗ്ലീഷ് നമ്മൾ ലോകത്തുടനീളം നമുക്ക് പോകുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യുന്നതിനും നമുക്ക് ജോലി ചെയ്യുന്നതിനും ഹിന്ദി നമുക്ക് അല്ലെങ്കിൽ ഈ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് വശമാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിന്റെ നെറുകയിലേക്ക് വരുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യം മാറുമ്പോൾ ആ രാജ്യത്തിനകത്ത് ഏതാണ്ട് 47% ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. 2011 നടന്ന സെൻസസിൽ പോലും അതാണ് കാണിക്കുന്നത്. അതിനകത്ത് 8% മാത്രം ആൾക്കാർ പഠിക്കുന്ന ഈ പറയുന്ന തമിഴും, അല്ലെങ്കിൽ ഈ 8% ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഗുജറാത്തിയും അല്ലെങ്കിൽ മറാഠിയും ഒക്കെയുള്ള ഭാഷകളുണ്ട്. ഈ ഭാഷകളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ അത് മാത്രം സ്വായത്തമാക്കിയിരുന്നാൽ നമുക്കിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യം എക്കണോമിക്കൽ ഗ്രോത്ത് വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം തമിഴന്മാർ കേരളത്തിൽ വന്ന് ജീവിക്കുന്നു, അല്ലെങ്കിൽ കേരളക്കാർ തമിഴ്നാട്ടിൽ പോയി ജീവിക്കുന്നു, UP-ക്കാർ ഡൽഹിയിൽ പോയി ജീവിക്കുന്നു. അങ്ങനെ മാറി മാറി ജീവിക്കുമ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് വേണ്ടി ഒരു കൃത്യമായ ഒരു ഭാഷ വേണമല്ലോ. മാത്രമല്ല ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണല്ലോ, ആ രാജ്യത്തിനൊരു ഭാഷ ഉണ്ടാവും. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഈ പറയുന്നത് പോലെ ചൈനയിലായാലും പാകിസ്ഥാനിലും ഒക്കെ ഉണ്ടല്ലോ. പാകിസ്ഥാൻ ചൈനീസ് ഭാഷയുണ്ട്, അവിടെ എത്ര ഭാഷ സംസാരിക്കുന്നുണ്ട്, എത്ര സംസ്കാരമുണ്ട്, അവർക്ക് അതിനെ തർക്കമില്ല. അപ്പൊ ഈ തർക്കത്തിനകത്ത് ഒരു തെറ്റിദ്ധാരണ പരത്തുക എന്നുള്ളതാണ് ആ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ആ സംസ്ഥാനം വളരെ വലിയൊരു സംസ്ഥാനമാണ്. അവിടെ ഈ പറയുന്നത് പോലെ ചില തെറ്റിദ്ധാരണകൾ എന്നും പരത്തി ആൾക്കാരെ വെട്ടികളാക്കി ഫ്രീബീസ് കൊടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അതായത് ആ രാജ്യത്തിനകത്ത് ഈ പറയുന്ന ജാതിയുടെയും അല്ലെങ്കിൽ വേറെ ചില സംവിധാനത്തിന്റെയും ഭാഷയുടെയും ഒക്കെ സംവിധാനത്തിൽ ആൾക്കാരെ ആവശ്യമില്ലാതെ ഏകീകരിച്ച് അതിന്റെ ഭാഗമായിട്ട് നിർത്തി ഏതവസരത്തിലും ഏത് രീതിയിലും അതിന്റെ പേരിൽ അവരെ കൊണ്ട് വാളെടുപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആ രാജ്യത്ത് നിർത്തി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പോലും യുദ്ധം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന രീതിയിലൊക്കെ രാഷ്ട്രീയക്കാരാണ്. ഈ തമിഴിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടില്ല, തമിഴ് പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. തമിഴ് പഠിക്കുന്നതിന്റെ കൂടെ ഹിന്ദിയുടെ പഠിക്കണം. ഹിന്ദി ദേശീയ ഭാഷയായിട്ട് നമുക്ക് ഇന്ത്യയിൽ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ 2011 കണക്ക് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 75% ആൾക്കാർ ഹിന്ദി അറിയാവുന്നവരാണ്. നമുക്ക് പോലും ഹിന്ദി പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയില്ല. അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന തൊഴിലാളികളുടെ അവരെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കും, അവരുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടി നമുക്ക് ഹിന്ദി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഹിന്ദി നമുക്ക് പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് സാധ്യമാകത്തുള്ളൂ. ഈ നാട്ടിലുള്ളവർ തമിഴന്മാർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വെളിയിലോട്ട് പോയി ബിസിനസ് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യണമെങ്കിൽ ഹിന്ദി പഠിക്കണ്ടേ? അപ്പം ഈ പറയുന്ന സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ആ തമിഴ്നാട്ടിന് ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടാകാതെ പോകുന്നതിനാണ് അവരെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥിരമായ നിലനിൽപ്പിന് നല്ലത്. അതായത് അവിടെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായ, അവിടെയുള്ളവർ ഹിന്ദി പഠിച്ചാൽ, അവിടെയുള്ളവർ ഇംഗ്ലീഷ് പഠിച്ചാൽ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പഠിച്ചാൽ അവരെ ഈ പറയുന്നത് പോലെ പറ്റിച്ച് ഫ്രീബീസും ഒക്കെ കൊടുത്ത ഈ പറയുന്ന രീതിയിൽ നിർത്തി അടിമ ഉടമ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യ സംവിധാനമാണെന്ന് പറഞ്ഞിട്ട് ആ അടിമ ഉടമ സംവിധാനത്തിൽ ഇപ്പൊ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ. നമുക്കറിയാം തമിഴ്നാടിനകത്ത് സൂപ്പർ സ്റ്റാറിനെ ഒറിജിനൽ മാനായിട്ട് കണ്ടിട്ട് ആ ആൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരെ അവരുടെ നേതാവായിട്ട് ആരാധിച്ച് പോകുന്ന ഒരു ജനമാണുള്ളത്. എന്തു കൊടുത്താലും അവരെ കൊടുത്തില്ലെങ്കിലും പട്ടിണി കിടന്നാലും അവരെ കണ്ടാൽ മതി, അത്രയ്ക്ക് ബോധം മാത്രം ഉണ്ടായിരുന്ന ഒരു ജനതയെ ഇന്ത്യയുടെ ദേശീയതയുടെ ഭാഗമായിട്ടും ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സ് അനുസരിച്ചും അവർക്ക് വ്യത്യാസം വന്നു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യയുടെ ദേശീയതയും അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യ എന്താണെന്നും ഒക്കെ തിരിച്ചറിയുന്ന രീതിയിലേക്ക്
അവിടെ BJP അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ അണ്ണാമലൈ എന്ന് പറയുന്ന IPS കാരൻ ഇതേ രീതിയിൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ അതിനനുസരിച്ച് എന്തൊക്കെ സംഭവിക്കണം, ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതി എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ നിലനിൽപ്പില്ലാത്ത ഒരു രീതിയിലേക്ക് ഈ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർക്കും DMK ഉൾപ്പെടെയൊക്കെ വന്നതുകൊണ്ടാണ് അവർ ഈ ഒരു വികാരത്തിലേക്ക്, ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന അവസ്ഥയിലേക്ക് ആ റുപ്പിക എന്ന് പറയുന്ന ഈ സിമ്പൽ മാറ്റിയിട്ട് അവർക്കിടെ തമിഴിൽ ഒരു സിമ്പൽ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ രൂപയുടെ ചിഹ്നം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം അംഗീകരിച്ച ചിഹ്നം, ഈ ചിഹ്നം ഉണ്ടാക്കിയ വിജയകുമാർ എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹമാണ് ഡിസൈൻ ചെയ്തത്. എന്നിട്ട് പോലും അതിനെ അവഹേളിക്കുന്ന ഒരവസ്ഥ, അതിനെ തെറ്റിദ്ധരിപ്പിച്ചു പോകുന്ന ഒരവസ്ഥ. അതായത് ഇതിനകത്തു നിന്ന് മനസ്സിലാവേണ്ടത്, ഇവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ദേശീയതയ്ക്കും ഇന്ത്യയുടെ ഹിന്ദുത്വയ്ക്കും എതിരായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ദേശീയതയും ഹിന്ദുത്വയും ഇന്ത്യക്കകത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നാണ് ഈ പറയുന്ന തമിഴ്നാട്. ഇതിനെ മറച്ചു പിടിച്ചാണ് ഇവർ അത്തരത്തിൽ ആ സംസ്ഥാനത്ത് ആൾക്കാരെ ഇന്ത്യയുടെ ദേശീയത ഭാഗമല്ലാതാക്കി നിർത്താൻ ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ നേരത്തെ വളരെ വലിയ ചർച്ചയായിട്ടുള്ള ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് കട്ടിംഗ് എഡ്ജ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതിന് വേണ്ടി തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ശ്രമിക്കുന്ന ഒരവസ്ഥ, അതിനകത്ത് അമേരിക്ക ഇടപെടുന്നു, ഡീപ് സ്റ്റേറ്റ് ഇടപെടുന്നു, അല്ലെങ്കിൽ ഈ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അന്നത്തെ വാർത്തയിൽ വന്നതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട്, അല്ലെങ്കിൽ അന്ന് വന്ന വാർത്തയാണ്, അല്ലെങ്കിൽ അതിനകത്ത് വ്യക്തതയുള്ളതാണ്. അവിടുത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെ സ്റ്റാലിനെ കാണുന്നു, ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന വേറെ ചില സംസ്ഥാനങ്ങളുണ്ട്, അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണുന്നു, അതിന് പിന്തുണയുമായിട്ട് പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി വരുന്നു. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു നീക്കം പൊളിഞ്ഞ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ഇന്ത്യ ആഹ്വാനത്തിന്റെ നീക്കം ഇന്ത്യ ഇടപെട്ട് അല്ലെങ്കിൽ അതിന് വ്യക്തത വരുത്തി അത് പുറത്തു കൊണ്ടുവന്ന് പൊളിച്ചതിന് ശേഷവും മറഞ്ഞു നിന്ന് പലരും യുദ്ധം ചെയ്യുമ്പോൾ ഈ സനാതന ധർമ്മത്തിന്റെ പേരിലും അല്ലെങ്കിൽ ഭാഷയുടെ പേരിലും ഒക്കെ വീണ്ടും ഒരു വിഭജനത്തിന് കാഹളം ഒരുക്കുന്ന രീതിയിലേക്കുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് സ്റ്റാലിൻ തമിഴ്നാട്ടിൽ വരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഇപ്പം അയാൾ ഉയരക്കെ പറയുന്നു, അയാളുടെ കൂടെ വിജയ് പറയുന്നു, അയാളുടെ കൂടെ കമൽഹാസൻ പറയുന്നു, ഞങ്ങൾ തമിഴന്മാരാണ്, ഞങ്ങൾക്ക് തമിഴ് മതി. നിങ്ങൾ തമിഴന്മാരാണ്, തമിഴിനെ ആരും പുച്ഛിക്കുന്നില്ല. തമിഴെന്ന് പറയുന്ന വളരെ പുറകോട്ട് നോക്കുമ്പോൾ ഏറ്റവും പഴക്കമുള്ള ഒരു ഭാഷയാണ്. പക്ഷേ ആ ഭാഷയുടെ കൂടെ ആ ഭാഷയെ നിങ്ങൾ ഒന്നാമതായി കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരന്, പട്ടിണിക്കാരന്, അവൻ ഇന്ത്യയുടെ ഭാഗമാകണമെങ്കിൽ, ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ബിസിനസ് ചെയ്യണമെങ്കിൽ, അവന് വളർച്ച ഉണ്ടാവണമെങ്കിൽ, അവന് നേട്ടം ഉണ്ടാവണമെങ്കിൽ, അവന് പല പരീക്ഷകൾ എഴുതണമെങ്കിൽ അവന് ഹിന്ദി പഠിക്കണം. അല്ലെങ്കിൽ ആ ഹിന്ദി പഠിക്കുന്നതിന് വേണ്ടി തടസ്സം നിൽക്കുന്നതിന് കാരണം ഈ തമിഴിനെ ഇല്ലാതാക്കുന്നെന്ന് പറഞ്ഞ് പാവം പിടിച്ച ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും അല്ലെങ്കിൽ സമ്പന്നർ ആയിട്ടുള്ള നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഹിന്ദി പഠിപ്പിക്കുകയും അത്തരത്തിൽ സ്കൂളുകൾ തമിഴ്നാട്ടിൽ നടത്തുകയും വലിയ വലിപ്പത്തിൽ കാശ് മേടിച്ചിട്ട് അവിടെ ആൾക്കാരെ പഠിപ്പിച്ച് അവരെ പ്രബുദ്ധമാക്കുകയും അവരെ ഇതുപോലെ തന്നെ നേതൃത്വ നിരയിൽ കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഉദ്യോഗ വൃന്ദത്തിന്റെ ഭാഗമായിട്ടും എല്ലാ രീതിയിലും അവരെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിനും നിങ്ങൾ എന്നിട്ട് സ്ഥിരമായി ഭരണം പിടിക്കുന്നതിന് അവിടെ ഇതുപോലെ ഒരു അടിമ സംസ്കാരം വളർത്തിയെടുത്ത് അത്തരത്തിലുള്ള ആൾക്കാരെ വളർത്തിയെടുത്ത് പട്ടിണി പാവങ്ങളെ വളർത്തിയെടുത്ത് പോകുന്ന ഒരവസ്ഥ. അതായത് അവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല, എന്നിട്ട് അവർ തരുന്ന ചുങ്കപ്പണം നിങ്ങൾ അഴിമതി നടത്തി മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് ഉള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയം നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോഴും വെളിയിൽ വരുന്നു. അതുപോലെ ഇന്ത്യ വിഭജനത്തിന് നിൽക്കുന്ന ഇന്ത്യക്ക് വെളിയിലുള്ള ശക്തികളുടെ കയ്യിൽ നിന്നും കാശ് മേടിച്ച് ആ മുദ്രാവാക്യം ആ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉറക്ക വിളിക്കുന്നതിനും ആ സ്വന്തം ഇന്ത്യ മഹാരാജ്യത്തെ ആൾക്കാരെ അല്ലെങ്കിൽ തമിഴന്മാരെ ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ ഈ മൊത്തത്തിലുള്ള ആ രാജ്യത്തെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, നമ്മൾക്ക് നമ്മുടേതായ ഒരു രാജ്യവും ഒരു വിഭജന സംസ്കാരവും അല്ല നാളെ കാലത്ത് തമിഴ്നാടിന് മാത്രമുള്ള ഒരു രാജ്യവും എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റാലിനെയാണ് ഈ നമുക്ക് മനസ്സിലായ ദ്രാവിഡ സംസ്കാരത്തിന്റെ പേര് പറഞ്ഞ് തമിഴ്നാടിനെ വിഭജിച്ച് അല്ലെങ്കിൽ സ്വന്തം രാജ്യമുണ്ടാക്കി അതിനകത്തെ രാജാവായി വാഴുന്നതിന് വേണ്ടി ഉള്ള ഒരു സ്റ്റാലിന്റെ പോക്കാണ്. അല്ലാതെ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം അടിച്ചേൽപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഷ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹം ഗുജറാത്തുകാരനാണ്, ഗുജറാത്തി ഭാഷയല്ലേ ഇന്ത്യയിലുടനീളം അടിച്ചേൽപ്പിക്കേണ്ടത്. അപ്പം ഈ പറയുന്ന സ്റ്റാലിന്റെ ഇപ്പോഴത്തെ തന്ത്രം അല്ലെങ്കിൽ റുപ്പിയയുടെ ചിഹ്നം മാറ്റി തമിഴ് ഭാഷയിലാക്കി
പ്രചരിപ്പിക്കുന്ന തന്ത്രം, തമിഴ്നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തന്ത്രം, ഇതിന്റെ പിറകിൽ ഒരു വിഭജന രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഒരു നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. പുള്ളി കാണിക്കുന്ന കള്ളത്തരങ്ങൾ പിടികൂടാതിരിക്കുന്ന രാഷ്ട്രീയമാണ്. അവിടുത്തെ ജനം എന്നും പട്ടിണിയുടെയും ഫ്രീ ബീസിന്റെയും ഭാഗമായിട്ടിരിക്കുന്ന പാവം പിടിച്ചവനായിട്ട് കിടക്കുന്നതിന് വേണ്ടി കളിക്കുന്ന രാഷ്ട്രീയമാണ്. ഇന്ത്യ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. ഇന്ത്യയിൽ നടപ്പാകുമെന്ന് തോന്നുന്നില്ല. സ്റ്റാലിൻ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും.